നമസ്കാരം. അപ്പോൾ ഇനി ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, ആഗോള താപ വിതരണം, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചർ തന്നിരിക്കുന്നതിൽ രണ്ട് ഹെമിസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ തന്നിരിക്കുന്ന ഐസോതേംസ് അല്ലേ, ആ ഐസോതേംസ് അതിൻ്റെ കർവുകൾ അല്ലേ, ഡിഫറൻറ്റ് കർവുകളാണ് വരുന്നത്. അതിൻ്റെ ഷേപ്പ് വരുന്നത് ചില സ്ഥലത്ത് സ്ട്രെയിറ്റും അതുപോലെ തന്നെ ചില സ്ഥലത്ത് എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ചരിവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ദ സ്മൂത്ത് കർവ്ഡ് ലൈൻസ് റെപ്രസെന്റ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് ഡിഫറൻറ്റ് പ്ലേസസ് ത്രൂ ഔട്ട് ദ എർത്ത് സർഫേസ്. അപ്പോൾ എർത്തിൻ്റെ സർഫേസിലുള്ള എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെമ്പറേച്ചർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വാട്ട് ആർ ദീസ് ലൈൻസ് ആർ കാൾഡ്? ഐസോതേംസ് ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്ന ആ പിക്ചറിൽ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനുകൾ എന്താണത്? ഐസോതേമുകളാണ് തന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് വേണമെങ്കിൽ അവിടെ നോക്കിയാൽ മനസ്സിലാവും. നോർത്തേൺ ഹെമിസ്ഫിയറിലും അതുപോലെ സതേൺ ഹെമിസ്ഫിയറിലും അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കിവിടെ മനസ്സിലാക്കാം. സോ ഐസോതേംസ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ ആർ ആൾമോസ്റ്റ് പാരലൽ ടു ദ ഇക്വേറ്റർ കമ്പയർഡ് ടു ദോസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലേ. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഐസോതേമുകളും അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിലെ ഐസോതേമുകളും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ നമുക്ക് കാണാൻ കഴിയും? ആ പിക്ചർ നോക്കിയാൽ മതി അല്ലേ. ആ പിക്ചർ നോക്കി നമുക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ആ ഇക്വേറ്റർ വെച്ച് കമ്പാരിസൺ നമ്മൾ നടത്തുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ എന്താണ് ഈ ഐസോതേമുകളും അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിലെ ഐസോതേമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സതേൺ ഹെമിസ്ഫിയറിലെ ഐസോതേംസുകൾ എന്ന് പറയുന്നത് ഇക്വേറ്ററുമായിട്ട് നമ്മൾ നോക്കുക ആൾമോസ്റ്റ് പാരലലാണ് അല്ലേ. സോ ദർ ഈസ് സം റീസൺസ് ആർ ദർ അല്ലേ, എന്തെങ്കിലും റീസൺസ് അവിടെ ഉണ്ടായിരിക്കും. എന്തായിരിക്കും ആ റീസൺസ്? ദർ ആർ ബോത്ത് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷൻസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ദർ ക്രസ്റ്റ് ഡിഫറൻസ് ഇൻ ദ ഹീറ്റിംഗ് ഓഫ് land and water compared to the ocean. Land area becomes a hot zone. അപ്പോൾ ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂട് പിടിക്കുന്ന ഒരവസ്ഥയിൽ വരും അല്ലേ. ഏത് നമ്മൾ നോക്കുകയാണ് ഓഷൻ ഏരിയ. സോ ഐസോതേംസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആർ മോർ കർവ്ഡ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഐസോതേമുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വളരെയധികം കർവ്ഡായിട്ട് കാണും. അപ്പോൾ isotherms in the southern hemisphere are almost parallel to the equator compared to those in the northern hemisphere. Why എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന് നമുക്കൊരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? There are both continents and oceans in the northern hemisphere. There crust difference in the heating of land and water compared to the ocean land area becomes hot zone. So isotherms in the northern hemisphere are more curved. So this ocean constitute the most part of the southern hemisphere. Southern hemisphere നോക്കിയാൽ അവിടെ കൂടുതൽ എന്താണ്? ഓഷൻ ഏരിയയാണ് കൂടുതൽ നമ്മൾ കാണുന്നത് അല്ലല്ലോ. ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വളരെ കുറവാണ്. ലാൻഡ് ഏരിയ ഈസ് വെരി സ്മോൾ. എവിടെയാണ്? ഈ സതേൺ ഹെമിസ്ഫിയറിൽ കേട്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. ഡ്യൂറിങ് സമ്മർ ഹൈ ടെമ്പറേച്ചർ പ്രിവെയിൽസ് ഓവർ ദി ലാൻഡ് കമ്പയർഡ് ടു ദ സീ ആൻഡ് ഡ്യൂറിങ് വിൻ്റർ ദ കണ്ടീഷൻ ഈസ് റിവേഴ്സ്ഡ്. ഇപ്പോൾ സമ്മർ സീസൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ലാൻഡ് ഏരിയയിലെന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഉയർന്ന താപനിലയായിരിക്കും നിലനിൽക്കുന്നത് ടു ദ സീ. ആൻഡ് ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ റിവേഴ്സ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. സോ ദ ബെൻഡിങ് ഓഫ് ഐസോതേംസ് ഡ്യൂ ടു ദ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ. ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും എന്താണ് ഹീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ഐസോതേംസിന് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈൻ ഡിഫറൻസ് വരുന്നത്. ഇൻ ലാൻഡ് ഏരിയാസ് ഡ്യൂറിങ് സമ്മർ the isotherms bend facing the poles, and in the oceanic regions isotherms bend facing the equator. So in the weather maps
ഫോർ സമ്മർ വിന്റർ സീസൺ ഐസോതേംസ് ബിഹേവ് ഡിഫറൻ്റ്ലി അല്ലേ. അപ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വെതർ മാപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്മർ വിന്റർ സീസണുകളിൽ ഐസോതേംസിന് എന്ത് സംഭവിക്കുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഈസ് ദ റീസൺ? ഇൻ ലാൻഡ് ഏരിയാസ് ഡ്യൂറിങ് സമ്മർ ദ ഐസോതേംസ് ബെൻഡ് facing the poles, and in the oceanic region isotherms bend facing the equator. തന്നല്ലോ. അപ്പോൾ എന്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ദ സീ അല്ലേ, ആ വാട്ടറിൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, ആ ബെൻഡിങ് ഉണ്ടാകുന്നത്. ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടറാണ്. അപ്പോൾ അതിനൊരു ഡിഫറൻഷ്യൽ കപ്പാസിറ്റിയാണ്. വാട്ടർ ഹീറ്റ് ആവുന്നതും അതുപോലെ തന്നെ ലാൻഡ് ഹീറ്റ് ആകുന്നു. It is the fluctuation in the atmospheric temperature that leads to the atmospheric phenomena like pressure variations, wind, cloud and precipitation. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് എന്തിന് കാരണമാവുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് ഫിനോമിന അല്ലേ. അപ്പം അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് പ്രഷർ വേരിയേഷൻസിൽ നമുക്ക് വിൻഡുണ്ട് അല്ലേ, പ്രഷർ വേരിയേഷൻസ് ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, പെർസിപ്പിറ്റേഷൻസ് അല്ലേ. അപ്പം മർദ്ദ വ്യതിയാനങ്ങൾ, കാറ്റ്, മേഘങ്ങൾ, പിന്നെ പെർസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം അല്ലെങ്കിൽ മഴ. വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസസ് ദ അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. അപ്പോൾ അന്തരീക്ഷ പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ജലാംശത്തിൻ്റെ അളവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെമ്പറേച്ചർ ഇൻ ബ്രിങ്ങിങ് വാട്ടർ കണ്ടന്റ് ടു ദ അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ ഒരു അന്തരീക്ഷ സ്ഥിതി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ജലാംശത്തിൻ്റെ അളവ് കൊണ്ടുവരുന്നതിൽ അന്തരീക്ഷ ഊഷ്മാവിൻ്റെ പങ്ക് എന്തായിരിക്കും? അവിടെ നമുക്ക് നോക്കേണ്ടത് ഇവാപ്പറേഷനാണ് അല്ലേ. ഇവാപ്പറേഷൻ ഇസ് ദ പ്രോസസ് ദാറ്റ് ബ്രിങ്സ് വാട്ടർ കണ്ടന്റ് ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ അന്തരീക്ഷത്തിലേക്ക് അല്ലെ അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ കണ്ടന്റ് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്കൊന്ന് വിളിക്കാം ഇവാപ്പറേഷൻ. അപ്പോൾ ഇവാപ്പറേഷനാണ് മെയിൻ റീസൺ. ഓക്കെ, സോ ടെമ്പറേച്ചർ അഫക്റ്റ് ദ റോൾ ഓഫ് ഇവാപ്പറേറ്റിംഗ്. ഇപ്പോൾ ഇവാപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നത് ആരാണ്? ടെമ്പറേച്ചറാണ്. സോ ഇവാപ്പറേഷൻ ഈസ് വെൻ ടെമ്പറേച്ചർ അറ്റ് ഇറ്റ്സ് ഹൈ. അപ്പോൾ ടെമ്പറേച്ചർ എത്രത്തോളം ഹൈ ആവുന്നോ അത്രത്തോളം എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ അവിടെ കൂടിക്കൊണ്ടിരിക്കും തന്നല്ലോ. അപ്പോൾ അതാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെമ്പറേച്ചർ ഇൻ ബ്രിങ്ങിങ് വാട്ടർ കണ്ടന്റ് ടു ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം മെയിൻ റോൾ ആർക്കാണ് അവിടെ? ഇവാപ്പറേഷനാണ് അല്ലേ. നെക്സ്റ്റ്, വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലുള്ള ജലത്തിൻ്റെ സ്വാധീനം. വാട്ടർ കണ്ടന്റ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർദ്രത. ഈസ് ഹ്യൂമിഡിറ്റി യൂണിഫോം അറ്റ് ആൾ പ്ലേസസ്? തോന്നുന്നുണ്ടോ? ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയ ആൾക്കാരൊക്കെ അറിയാൻ പറ്റും അല്ലേ. ഹ്യൂമിഡിറ്റി എല്ലാ സ്ഥലങ്ങളിലും എന്തൊരു വിയർപ്പ്, എന്തൊരു ചൂട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ. ഹ്യൂമിഡിറ്റി എല്ലാ സ്ഥലങ്ങളിലും സെയിം ആണോ? അല്ല അല്ലേ. ഈസ് ഹ്യൂമിഡിറ്റി ഈസ് യൂണിഫോം അറ്റ് ആൾ പ്ലേസസ്? നോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ ജലാംശത്തിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ടെമ്പറേച്ചർ അല്ലേ. അടുത്ത പിന്നെ അത് നമുക്ക് പറയാം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. പിന്നെ നമുക്ക് ഇത് പറയാം ഇവാപ്പറേഷൻ പ്രോസസ്. ഓക്കെ, സോ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഈ ആർദ്രത എന്ന് പറയുന്നത് വേരിയസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് അല്ലേ. ഒരു സ്ഥലത്തിൽ മാത്രമല്ല ഹ്യൂമിഡിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഹ്യൂമിഡിറ്റി വേരി ചെയ്യുന്നത് നോട്ട് ഓൺലി വിത്ത് ദ പ്ലേസ് ബട്ട് ആൾസോ വിത്ത് ടൈം അല്ലേ. ഉച്ചയ്ക്ക് നമുക്കുണ്ടാകുന്ന ചൂട്,
വൈകുന്നേരം നമുക്ക് അനുഭവപ്പെടുന്ന ചൂട്, അതുപോലെ തന്നെ രാവിലെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട്, ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ് അല്ലേ? ആണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി വേരിയസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ്. ഊട്ടിയിൽ പോകുന്നു, കൊടൈക്കനാലിൽ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മൗണ്ടൈൻ പ്ലേസിൽ നമ്മൾ പോകുന്നു, അവിടുത്തെ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും അല്ലേ? അപ്പോൾ നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ഓൾസോ വിത്ത് ടൈം അല്ലേ? സമയത്തിനനുസരിച്ചും എന്ത് സംഭവിക്കാം? വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഹ്യൂമിഡിറ്റിക്ക്. The actual amount of water present in the atmosphere is called absolute humidity. So, what is absolute humidity? അല്ലേ, എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കേവല ആർദ്രത എന്ന് പറയുന്നത്? വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, എന്താണ്, ഒരു സിനിമ ഹാൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ പോകുന്നു. അവിടെ നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ അപ്പോൾ 500 സീറ്റിംഗ് കപ്പാസിറ്റി ആണുള്ളത് അല്ലേ? അപ്പോൾ 500 പേരൊക്കെ അവിടെ ഇരിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ആ സീറ്റിംഗ് കപ്പാസിറ്റി. എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അന്തരീക്ഷം നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ എന്തുണ്ട്? ഈ വാട്ടർ പ്രസൻസ് അല്ലേ? വായുവിൽ നീരാവിയുടെ എന്തുണ്ട്? അളവുണ്ട്, യഥാർത്ഥ അളവുണ്ട് അല്ലേ? യഥാർത്ഥ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പെർസെന്റ് പെർ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ തന്നല്ലോ, അല്ലെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ് തന്നല്ലോ. അതിലാണ് നമ്മൾ ഇത് അളന്ന് തിട്ടപ്പെടുത്തുന്നത്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ്. അപ്പോൾ നമ്മുടെ വായുവിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? നീരാവിയുടെ അളവിൻ്റെ യഥാർത്ഥ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ അളന്ന് തിട്ടപ്പെടുത്തുക, മെഷർ ചെയ്യുന്നത് അളന്ന് തിട്ടപ്പെടുത്തുക തന്നല്ലോ. അപ്പം അത് ഏത് മെഷർ ഓഫ് യൂണിറ്റ് ആണത്? ഗ്രാം പെർ എം ക്യൂബ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ഓഫ് വാട്ടർ വേപ്പർ പെർ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ. So there is a limit to the amount of water vapor the atmosphere can hold at a certain temperature. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരു തിയേറ്ററിൻ്റെ നമ്മൾ ഒരു കേസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് 500 പേർക്ക് ഇരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 500 പേരവിടെ വന്ന് ഇരിക്കണമെന്നില്ല ഇല്ലേ? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ കപ്പാസിറ്റി 500 ഉണ്ട്, പക്ഷേ അവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ എന്താവണമെന്നില്ല, 500 ആവണമെന്നില്ല, കുറയാം അല്ലേ? അപ്പോൾ there is a limit to the amount of water vapor atmosphere can hold at a ഒരു നിശ്ചിത എന്താണ് താപനിലയിൽ ഒരു അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്താണ് ഈ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ എന്താണ് ഈ നീരാവിയുടെ യഥാർത്ഥ അളവിന് എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ സംഭവിക്കാം. The stage at which the atmosphere is fully saturated with water is termed as saturation level. സാച്ചുറൈസേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പൂരിതാവസ്ഥ എന്ന് പറയാം. നിശ്ചിത ഊഷ്മാവിൽ the stage at which the atmosphere is fully saturated with water is termed as saturation level അല്ലേ? പൂരിതാവസ്ഥ എന്നാണ് അതിനെ പറയുന്നത്. സാച്ചുറേഷൻ ലെവലിനെന്നുള്ള വിളിക്കുന്നത് പൂരിതാവസ്ഥ. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയെ വിളിക്കുന്ന പേരാണ് എന്താണ്? ആ പേര് സാച്ചുറേഷൻ ലെവൽ അല്ലേ? അപ്പോൾ അത് വേറൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ? ഓക്കെ, വെൻ ദ ടെമ്പറേച്ചർ ബിക്കം സാച്ചുറേറ്റഡ് അല്ലേ? അപ്പോൾ സാച്ചുറേറ്റ് ചെയ്യുന്ന നീരാവി പൂരിതമായിട്ട് മാറുകയാണ് അല്ലേ? അപ്പോൾ അതിനെ കണ്ടൻസേഷൻ ബിഗിൻസ്. അപ്പോൾ അവിടെ എന്ത് ആരംഭിക്കുന്നു? അപ്പോൾ വെൻ ദ അറ്റ്മോസ്ഫിയർ ബീങ് സാച്ചുറേറ്റഡ്, നീരാവി പൂരിതമായിട്ട് അന്തരീക്ഷം മാറുകയാണെങ്കിൽ അവിടെ എന്ത് ആരംഭിച്ചു തുടങ്ങുന്നു? കണ്ടൻസേഷൻ അല്ലേ? ഘനീഭരണം ആരംഭിക്കുകയാണ്, ഘനീകരണം ആരംഭിക്കുകയാണ് തന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the critical temperature at which
കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ആ ഒരു അവസ്ഥ അല്ലേ, ഏതവസ്ഥയിലാണ് ഈ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിന്റ് അല്ലേ, എന്ന് പറഞ്ഞാൽ എന്താണ് തുഷാരാങ്കം തന്നെയല്ലോ. ഓക്കെ, സോ ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ and the total water holding capacity of the atmosphere at a given temperature is called relative humidity അല്ലേ. അപ്പം ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഈസ് റെപ്രസെൻറ്റ്, ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് അല്ലേ, ശതമാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പെർസെൻറ്റേജിലാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. മാത്സിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു 100 അല്ലേ, അങ്ങനെയല്ലേ എൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ പെർസെൻറ്റേജിലാണ്. അപ്പോൾ അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് തന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേക എന്താണ് അന്തരീക്ഷ ഊഷ്മാവിൽ അല്ലേ എന്ത് സംഭവിക്കുന്നു, ഘനീകരണം സംഭവിക്കുകയാണ്, ആരംഭിക്കുന്നു തന്നല്ലോ. ആ ആരംഭിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നത്, തുഷാരംഗണം തന്നല്ലോ. സോ ദ റേഷ്യോ ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന എന്താണ് ഊഷ്മാവിൻ്റെ നിശ്ചിത അളവും അതുപോലെ തന്നെ മൊത്തം ഒരു അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്താണ് ഊഷ്മാവിൻ്റെ അല്ലെങ്കിൽ അളവും തന്നല്ലോ, അതും തമ്മിലുള്ള ആ ഒരു പേഴ്സൻറ്റേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ഒരു ശതമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക എന്താണ് സാന്ദ്രത നമ്മൾ വിളിക്കുന്നത്. സാന്ദ്രതയല്ല ആർദ്രത എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ്. അപ്പോൾ ഈ ആപേക്ഷിക ആർദ്രത നമ്മൾ എന്തിലാണ് സൂചിപ്പിക്കുന്നത്, ശതമാനത്തിലാണ് സൂചിപ്പിക്കുന്നത്. സോ ആപേക്ഷിക ആർദ്രത നമ്മൾ കണ്ടുപിടിക്കുന്നതിനുണ്ട് ഒരു ഇക്വേഷനുണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷനിലൂടെ ഒരു സൂത്രവാക്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം, അളന്ന് തിട്ടപ്പെടുത്താം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്, ഈക്വൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് ഇപ്പോൾ നിശ്ചിത ശതമാനത്തിൽ അന്തരീക്ഷത്തിന് എന്താണ് വെള്ളത്തിനെ അല്ലെങ്കിൽ വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ അത് എന്ത് ചെയ്യുക, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കൊണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ, എന്നിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി, നമുക്ക് ആപേക്ഷിക ആർദ്രത നമുക്ക് ലഭ്യം. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അതാണ് കേവലാർദ്രത, നമ്മൾ നേരത്തെ പറഞ്ഞു കേവലാർദ്രതയാണെന്നുള്ളത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കേവല ആർദ്രതയെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, നിശ്ചിത ഊഷ്മാവിൽ എന്താണ് അന്തരീക്ഷത്തിന് വെള്ളത്തിന് ഉൾക്കൊള്ളാനുള്ള മൊത്തം കഴിവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആപേക്ഷിക ആർദ്രത ലഭ്യമാകും തന്നല്ലോ. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. അപ്പോൾ വേറൊരു ഉപകരണം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നു, ഫെമിലിയർ ആകുന്നു. എന്താണ് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉപകരണം ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് അവിടെ എന്തുണ്ട്, ആ ഒരു പിക്ചർ തന്നിട്ടുണ്ട് തന്നല്ലോ, വെറ്റ് ആൻഡ് ഡ്രൈ തെർമോമീറ്റർ. അത് 2 നേരത്തെ നമ്മൾ പറഞ്ഞു അതും 2 തെർമോമീറ്റർ ആയിരുന്നു അല്ലേ, ഓർമ്മയുണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 തെർമോമീറ്റർ അല്ലേ, എന്താണ് പേര്, 2 തെർമോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ 2 തെർമോമീറ്ററുകൾ അല്ലേ ഏതൊക്കെയാണ്, മാക്സിമം മിനിമം തെർമോമീറ്റർ, അതുപോലത്തെ വേറൊരു തെർമോമീറ്ററാണ് എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്, 2 തെർമോമീറ്ററുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, 1 റെക്കോർഡ്സ് നോർമൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. അപ്പോൾ
ഒരെണ്ണം എന്ത് രേഖപ്പെടുത്തുന്നു? സാധാരണഗതിയിലുള്ള അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നു. ദ ബൾബ് ഓഫ് ദ സെക്കൻഡ് ഈസ് കെപ്റ്റ് വെറ്റ് ബൈ റാപ്പിംഗ് ഇൻ എ വെറ്റ് മസ്ലിൻ ക്ലോത്ത്. അപ്പോൾ ഒരു മസ്ലിൻ ക്ലോത്ത് കൊണ്ട് തണുത്ത രീതിയിൽ ഇതിനെ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഒരു ബൾബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ സൂക്ഷിക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് വെറ്റ് ബൾബ് തെർമോമീറ്റർ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? വെറ്റ് ബൾബ് തെർമോമീറ്റർ എന്ന് വിളിക്കുന്നത്. ആസ് ദ ബൾബ് ഈസ് വെറ്റ്, അപ്പം ബൾബ് എന്ത് ചെയ്യാണ്? തണുക്കുന്നു അല്ലേ? തണുക്കുകയാണെങ്കിൽ ദിസ് തെർമോമീറ്റർ ആൾവേസ് ഷോസ് ലോവർ ടെമ്പറേച്ചർ ദാൻ നോർമൽ അല്ലേ? തണുത്തിരിക്കുകയല്ലേ? തണുത്തിരിക്കുകയാണെങ്കിൽ എന്താണത് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ എന്താണ്? വളരെ തണുത്തതിനേക്കാളും എന്താണ് താഴ്ന്ന ലെവലിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ സൂചിപ്പിക്കുന്നത്. അപ്പം നോർമൽ ഇപ്പോൾ 10 ഡിഗ്രി ഉണ്ട് അല്ലേ? 10 ഡിഗ്രി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് വെറ്റല്ലേ? വെറ്റായതുകൊണ്ട് തണുത്തിരിക്കുന്നതുകൊണ്ട് എന്ത് 10 ഡിഗ്രി കാണിക്കില്ല. ചിലപ്പോൾ എത്ര 5 ഡിഗ്രി അല്ലെങ്കിൽ 4 ഡിഗ്രി ആയിരിക്കും കാണിക്കുന്നത് അല്ലേ? അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടു തെർമോമീറ്റർ. ഈ രണ്ട് തെർമോമീറ്ററുകളും തമ്മിലുള്ള എന്താണ് ആ മെഷർ എടുത്തതിന് അളവ് നമ്മൾ എടുത്തതിന് ശേഷം അവ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എന്തായിട്ട് കണക്കാക്കുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ബേസ്ഡ് ഓൺ ദിസ് ഡിഫറൻസ് അറ്റ് എനി പർട്ടിക്കുലർ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ദ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ഓഫ് ദ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ മെഷറുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു 10 ഡിഗ്രി വെറ്റ് ടെമ്പറേച്ചർ എത്രയാണ്? 5 ഡിഗ്രി അല്ലേ? അപ്പോൾ ഡിഫറൻസ് എത്രയായി? 10 ഡിഗ്രി മൈനസ് 5 ഡിഗ്രി 5 ഡിഗ്രി അല്ലേ? അടുത്ത വീണ്ടും ടെമ്പറേച്ചർ വെറ്റ് ഡിഗ്രിയിൽ വെറ്റ് അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ആ ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ കാണിക്കുന്നത് 2 ഡിഗ്രിയാണ്. നമ്മൾ ആക്ച്വലി മെഷർ ചെയ്തപ്പോൾ എത്ര 12 ഡിഗ്രി കിട്ടി. അപ്പോൾ 12 ഡിഗ്രി മൈനസ് എത്രയാണ്? ജസ്റ്റ് 2 ഡിഗ്രി അല്ലേ? അപ്പോൾ അത് എത്രയാണ്? 10 ഡിഗ്രി. അങ്ങനെ എന്ത് ചെയ്തു? മെഷർ ചെയ്ത് നമ്മൾ എടുക്കുക. അപ്പോൾ വേറൊരു കാര്യം, ഈ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡ്യൂ ടു റാപ്പിഡ് ഫാൾ ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അപ്പോൾ അന്തരീക്ഷ ഊഷ്മാവിൽ അല്ലേ എന്താണ് ഗണ്യമായ കുറവുകൾ ഉണ്ടാവുകയാണെങ്കിൽ വാട്ടർ വേപ്പർ ഡയറക്റ്റ്ലി കണ്ടൻസസ് ടു സോളിഡ് സ്റ്റേറ്റ്. പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ വാട്ടർ വേപ്പർ സോളിഡായിട്ട് മാറും, ഘനീഭവിക്കും. ഇതന്നല്ലോ ഐസായിട്ട് മാറും, സ്നോ ഫ്ലേക്സ് ആയിട്ട് മാറും. നമ്മൾ ഐസൊക്കെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിക്കുന്നത് മുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്ലേക്സുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? സ്നോ ഫ്ലേക്സ് നമുക്ക് കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ അല്ല. അപ്പോൾ ചില എന്താണ് അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നീരാവി നേരിട്ട് കരാവസ്ഥയിലെത്തുന്നു. ആ കരാവസ്ഥയിലെത്തുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, the imaginary lines connecting places having equal atmospheric temperature reduced to the mean sea level are called isotherms. The imaginary lines connecting places having equal atmospheric temperature reduced to the mean sea level are called isotherms. അപ്പോൾ ആ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മളൊരു എസ്റ്റിമേറ്റഡ് ആണ്. എല്ലാ സ്ഥലങ്ങളിലും തുല്യമാണ്. നമ്മൾ അസംഷനാണ്, സയൻസാണ്. സയൻസിൽ ഒരുപാട് അസംഷൻസുകളുണ്ട്, അതുപോലെ ഐഡിയാസ് ഉണ്ട്, പിന്നെ എന്താണ് ഹൈപ്പോത്തിസിസുകൾ, സങ്കല്പങ്ങളുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീൻ സീ ലെവൽ പറയുന്നത്. പലരും സംശയങ്ങൾ ചോദിച്ചത് മീൻ സീ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ല, നമുക്ക് അസ്യൂം ചെയ്യുന്നൊരു വാട്ടർ ലെവലാണത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും എന്ത് സംഭവിക്കുന്നില്ല, പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സീ ലെവൽ ഉണ്ടാവുക. പക്ഷേ എന്താണ് ആ ഒരു സംശയത്തിന് എക്സ്പ്ലനേഷൻ തരികയാണ്. പല സ്ഥലങ്ങളിലും സീ ലെവൽ ഹൈ ആകാം. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ വേലിയേറ്റം, വേലിയിറക്കം, പിന്നെ എന്താണ് സണ്ണിൻ്റെ അബ്സോർപ്ഷൻ, അതുപോലെ മൂണിൻ്റെ അബ്സോർപ്ഷൻ, അങ്ങനെയൊക്കെ പല റീസൺസ് ഉണ്ടാകാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ നമ്മളെന്താണ്
നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, നമുക്കൊരു മീൻ ലെവൽ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ലെവൽ നമുക്ക് മെഷർ ചെയ്തേ പറ്റൂ തന്നല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ദിസ് മീൻ സീ ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഐസോതേംസ് എന്ന പേരിൽ വിളിച്ചത് തന്നല്ലോ. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെല്ലാം ഫാക്ടറുകളായിരുന്നു? അതൊക്കെയായിരുന്നു ലാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ എന്താണ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഏതാണ് നിയർനെസ് ഓഫ് ഓഷൻ, പിന്നെ ഏതായിരുന്നു വിൻസ്. അപ്പോൾ താപവിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? ഒന്ന് ഉയരം അല്ലേ, അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഉയരം, സീ ലെവൽ എന്ന് പറഞ്ഞാണ് സമുദ്ര സാമീപ്യം, അതുപോലെ തന്നെ കാറ്റ്. അപ്പോൾ ഡ്യൂറിങ് സമ്മർ സീസൺ ഇഫ് യു ഗോ വിത്ത് ദിസ് വിൻസ് അല്ലേ, വിൻസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിൻസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് തന്നെയല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻസ് എന്ത് ചെയ്യും, ഹൊറിസോണലായിട്ടുള്ള മൂവ്മെൻ്റാണ്, എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വിൻഡ് എന്ന് വിളിക്കും അല്ലേ. ഹൊറിസോണലായിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ്. അപ്പം നോക്കുകയാണെങ്കിൽ എന്താണ്, പല സ്ഥലങ്ങളിലും ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഈ വിൻഡ് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. The temperature in the troposphere decreases steadily with increasing height. That is, for every 165 meter of height, temperature decreases by 1 degree Celsius. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്താണ് അല്ലേ? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ഡിക്രീസസ് സ്റ്റെഡിലി വിത്ത് ഇൻക്രീസിങ് ഹെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് റെഡ്യൂസ് ആവും? ടെമ്പറേച്ചർ റെഡ്യൂസ് ആവും. ദാറ്റ് മീൻസ് നമ്മൾ അതും എന്താണ്, എസ്റ്റിമേറ്റഡ് ആണ്, ആക്ച്വൽ അല്ല അത് കേട്ടോ, എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 165 മീറ്റർ മീൻ സീ ലെവലിനേക്കാളും 165 മീറ്റർ എന്ത് സംഭവിക്കുകയാണ്, ഹെയ്റ്റ് സംഭവിക്കുമ്പോൾ എന്ത് റെഡ്യൂസ് ചെയ്യും? 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് സംഭവിക്കുകയാണ്, ടെമ്പറേച്ചർ റെഡ്യൂസ്. അതിനെയാണ് നമ്മളത് വിളിച്ചത് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലേ, നോർമൽ ലാപ്സ് റേറ്റ് അല്ലേ, ക്രമമായ താപനഷ്ട നിരക്ക് നമ്മൾ വിളിച്ചത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ താപനില ഉയരുന്നതനുസരിച്ച് ഓരോ 165 മീറ്ററിനും എന്ത് സംഭവിക്കുകയാണ്, 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപനില കുറഞ്ഞു വരികയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് തന്നല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, എക്സാമ്പിളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അതിൽ നമ്മൾ കണ്ടുപിടിച്ചു ലാസ്റ്റ് എത്രയാണ് ആ ഒരു ഹെയ്റ്റ് അല്ലേ, പിക്ചർ നമ്മൾ കണ്ടായിരുന്നല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ വിൻഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം, വിൻഡ് അല്ലേ. നമ്മൾ രണ്ട് വിൻഡ് റീസൺ നമ്മൾ പറഞ്ഞു, അതൊക്കെയാണ് വാം വിൻഡും ഉണ്ട്, അതുപോലെ തന്നെ കോൾഡ് വിൻഡും ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ വാം കറണ്ടും അതുപോലെ തന്നെ കോൾഡ് കറണ്ടും എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് വാം ആൻഡ് കോൾഡ് കറണ്ട്സ് ക്യാൻ റെസ്പെക്റ്റീവ്ലി റൈസ് ഓർ ലോവർ ദ ടെമ്പറേച്ചർ ഓഫ് ദി പ്ലേസസ് ത്രൂ വിച്ച് ദേ പാസ്. അപ്പോൾ ഏത് വഴിയാണോ ഈ കാറ്റ് കടന്നു പോകുന്നത് ആ രീതിയിൽ, ചൂട് കാറ്റാണ് കടന്നു പോകുന്നതെങ്കിൽ ഇപ്പോൾ അറേബ്യയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത് അല്ലേ. ആ സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, ഭയങ്കര ചൂടായിരിക്കും അല്ലേ. അതേസമയം കോൾഡ് കാറ്റാണ് അതുവഴി കടന്നു പോകുന്നെങ്കിലും ആ സമയത്ത് ആ സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും, ആ കറണ്ട് ഓഫ് വിൻഡാണ് എന്ത് സംഭവിക്കുന്നത്, ആ ക്ലൈമറ്റ് ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യണം. അപ്പോൾ തണുപ്പായിരിക്കും അവിടെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് ഫാസ്റ്റ് കമ്പയർഡ് ടു ദ, അപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ എന്ത് സംഭവിക്കുകയാണ്, ഓഷനും അതുപോലെ തന്നെ ഏത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൻഡും ഓഷനും നമ്മൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ എന്താണ്, ഓഷൻ അല്ലേ വാട്ടർ കണ്ടൻ്റാണ് അവിടെ ഓഷൻ എന്ന് പറയുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ചൂട് അബ്സർവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചൂടുണ്ടാക്കുന്നതും ചൂട് കുറയ്ക്കുന്നതും ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. ഏതൊക്കെ, ഒന്ന് ലാൻഡാണോ അല്ലെങ്കിൽ ഓഷനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയർനെസ് ഓഫ് ഓഷനാണോ ഒക്കെ ഒരുപാട്. അപ്പോൾ ഡ്യൂറിങ് സമ്മർ ഹൈ ടെമ്പറേച്ചർ പ്രിവൈൽസ് ഓവർ ദ ലാൻഡ് കമ്പയർഡ് ടു സീ അല്ലേ. അപ്പോൾ സമ്മറിൽ നമ്മൾ നോക്കുകയാണ്, സമ്മർ സീസൺ നമ്മൾ എടുക്കുകയാണ്, എന്താണ് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ. ഹൈ ടെമ്പറേച്ചർ എന്താണ് എവിടെ നിലനിൽക്കുന്നു, എവിടെയൊക്കെയാണ് ലാൻഡിൽ അല്ലേ. ഏത് നോക്കുകയാണെങ്കിൽ ഓഷൻ അല്ലെങ്കിൽ സീ നോക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ വിൻ്റർ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിലോ അതാണ് സമ്മർ കണ്ടീഷനാണ്. വിൻ്റർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും അല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും.
സോ ദ ബെൻഡിങ് ഓഫ് ഐസോതേംസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഇപ്പോൾ വാട്ടറിൻ്റെയും ലാൻഡിൻ്റെയും ആ ഹീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഈ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആഗോളതാപ വിതരണം എന്നത് ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. കരയും കടലും വ്യത്യസ്ത രീതിയിൽ ചൂട് പിടിക്കുന്ന അതിൻ്റെ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഐസോതേംസിന് എന്ത് സംഭവിക്കുന്നത്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമതാപ രേഖകൾ വളഞ്ഞു കാണപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ദെൻ അന്തരീക്ഷ താപനില നമ്മളൊരു ഏറ്റക്കുറച്ചുകൾ അതൊക്കെയാണ് മർദ്ദവ്യതിയാനമായാലും കാറ്റുകളായാലും മേഘങ്ങളായാലും അതുപോലെ വർഷണമായാലും ഇതൊക്കെ ഇതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ അതിൻ്റെ റീസൺസാണ്. ഓക്കെ, ദെൻ എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലേ, നമ്മൾ എന്തൊരു ഹ്യൂമിഡിറ്റി നമ്മൾ പറയാറില്ലേ യൂഷ്വലായിട്ട്, അല്ലേ? എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അല്ലേ? ഒരു അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ അംശം സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ അംശത്തിനെയാണ് നമ്മളെന്താ വിളിക്കുന്നത്, ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ ജലാംശത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ജലാംശത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ആർദ്രത എന്ന് വിളിക്കുന്നത്. തന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഇനി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അല്ലേ? എന്താണ് കേവല ആർദ്രത എന്ന് വിളിച്ചാൽ? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് absolute humidity. What do you mean absolute humidity? The actual amount of water present in the atmosphere. അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ ജലത്തിൻ്റെ അളവിനെയാണ് എന്ന് വിളിക്കുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അല്ലെങ്കിൽ കേവല ആർദ്രത. വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. ദെൻ എന്താണ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ, പൂരിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഈസ് ടേംഡ് ആസ് സാച്ചുറേഷൻ ലെവൽ. പൂരിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിശ്ചിത താപനിലയിൽ അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെയാണ് എന്ന് വിളിക്കുന്നത് സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ പൂരിതാവസ്ഥ എന്ന് വിളിക്കുന്നത്. തന്നല്ലോ. അപ്പോൾ പിന്നെ അതാണ് നമ്മൾ ഇനി പോകുന്നത് കണ്ടൻസേഷൻ ലെവലിലോട്ടാണ്. എന്താണ് ഈ കണ്ടൻസേഷൻ? വെൻ അറ്റ്മോസ്ഫിയർ ബിക്കം സാച്ചുറേറ്റഡ്. അപ്പോൾ എപ്പോഴാണോ അന്തരീക്ഷം എന്തായിട്ട് മാറുന്നത്, പൂരിതാവസ്ഥയിൽ എത്തുന്നത്. പൂരിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത ടെമ്പറേച്ചറിൽ അറ്റ്മോസ്ഫിയർ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്ന, അല്ലേ, വാട്ടറായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് പൂരിതാവസ്ഥ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പം വെൻ അറ്റ്മോസ്ഫിയർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? കണ്ടൻസേഷൻ എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഘനീകരണം എന്താണ് ആരംഭിക്കുന്നു. അപ്പോൾ എന്താണ് കണ്ടൻസേഷൻ? അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിയുന്ന ആ ഒരു അവസ്ഥ, അല്ലേ, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. വെൻ അറ്റ്മോസ്ഫിയർ ബിക്കം സാച്ചുറേറ്റഡ് കണ്ടൻസേഷൻ ബിഗിൻസ് മീൻസ് എന്താണ്? അവിടെ എന്ത് സംഭവിക്കുന്നു? ഐസിലോട്ട് നമ്മൾ പോകുന്നു. തന്നല്ലോ. അപ്പം അങ്ങനെയാണ് വാട്ട് യു മീൻ ഡ്യൂ പോയിന്റ്, അല്ലേ? എന്താണ് ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് അതിൻ്റെ ഡ്രിങ്ക്സൊക്കെ നമുക്ക് അറിയാം, അല്ലേ? മൗണ്ടൻ ഡ്യൂ എന്നൊക്കെ പറഞ്ഞ ഡ്യൂ, അല്ലേ? അപ്പോൾ എന്താണ് ഡ്യൂ പോയിന്റ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കോൾഡ് ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഘനീകരണം ആരംഭിക്കുന്ന ആ നിർണായക ഊഷ്മാവിനെ തന്നല്ലോ. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഈ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്നെയല്ലോ. ആ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്, ഡ്യൂ പോയിന്റ് എന്ന് വിളിക്കാം, തുഷാരാങ്കം എന്ന് വിളിക്കും മലയാളത്തിൽ. തന്നെയല്ലോ. അപ്പോൾ എന്താണ്? ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത്, തുഷാരാങ്കം എന്ന് വിളിക്കുന്നത്. തന്നെയല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അല്ലേ? എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞത്?
the ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere at a given temperature. It is called relative humidity. And equation നമ്മൾ പറഞ്ഞു എന്താണ് relative humidity equal absolute humidity divided by total holding capacity of the atmosphere at particular temperature into 100 അല്ലേ. ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നതിൻ്റെ ആനുപാതിക അളവാണ് എന്ന് പറയുന്നത് ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ. കേവല ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യമാണ്? കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു എത്രയാണ്? 100 അല്ലേ. അപ്പോൾ പേഴ്സൻറ്റേജിൽ കാണിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പറഞ്ഞു ടു മെഷർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലേ. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്ന് പറയുന്നത് ഈ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഡ്യൂ അല്ലേ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ക്ലൗഡ്, അതിലോട്ടാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോകുന്നത്. വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കണം, നല്ല രീതിയിൽ വായിച്ചോളണം കേട്ടോ. കാരണം നമ്മൾ പഠിക്കുന്ന ഏതാണ്? സ്റ്റേറ്റ് സിലബസാണ്. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. ക്ലാസ് മനസ്സിലായെങ്കിൽ, എന്തെങ്കിലും സംശയം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായതെന്ന് ഒന്ന് തന്നെ പറയണം കേട്ടോ. നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കും വായിച്ച് ഇതും വായിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കുക. ഏറ്റവും വലിയൊരു കാര്യം അതാണ്. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? നോട്ട് തയ്യാറാക്കുക. നോട്ട് തയ്യാറാക്കിയതിന് ശേഷം അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സാറ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.